അമ്മയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു കുഴലപ്പം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനായി തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവ ഒരു മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ നൈസായ വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുന്നത് എൻ്റെ വീഡിയോയിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനി നന്നായി തിളച്ച വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ചൂടാറാനായി ഒന്ന് മാറ്റി വയ്ക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓരോ അരിപ്പൊടിയുടെയും സൈസിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് മാത്രം ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ ചൂടെല്ലാം മാറിക്കഴിയുമ്പോൾ ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് ഈ മാവെടുത്ത് അതിനകത്തേക്ക് വെച്ച് 1 സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുത്ത് ഈ എള്ള് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കുക. ഈ സമയത്ത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ മാവുകൾ എല്ലാം നന്നായി റെഡിയാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കുക. മാവ് മുഴുവനായി ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുത്തതിന് ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഞാനിപ്പോൾ മാവ് മുഴുവൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കവറെടുത്ത് അതിൻ്റെ 2 സൈഡിലും എണ്ണ തേച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു ഉരുള വെച്ച് കവർ മടക്കി കൊടുക്കുക. അതിനുശേഷം അടി പരന്ന ഒരു പാത്രം എടുത്ത് നമുക്കിതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ ഇത് നല്ല പരന്ന് നല്ല റൗണ്ടിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുനിന്ന് ഈ മാവ് എടുത്ത് ഒരു വിരൽ അകത്ത് വെച്ച് കുഴലാകൃതിയിൽ ഈ മാവിനെ ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കുഴലപ്പത്തിനുള്ള കുഴലുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം വറക്കുന്നതിനാവശ്യമായ കുഴലുകൾ റെഡിയാക്കിയതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങുന്നതായിരിക്കും എളുപ്പം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം കുഴലുകൾ ഓരോന്നായി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത പാടെ തവിയിട്ട് ഇളക്കരുത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം തവിയിട്ട് ഇളക്കി തിരിച്ചും മറിച്ചും എടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് അപ്പം കോരി എടുക്കാം. നമുക്ക് നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.